നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാറിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ഡാഷ് ക്യാം ആയിട്ടാണ്. ഡാഷ് ക്യാം എന്ന് പറയാൻ പറ്റില്ല, ഒരു CCTV ക്യാമറ പോലെ. അതായത് നമുക്ക് സാധാരണ ഒരു ഡാഷ് ക്യാമിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ മാത്രം വ്യൂ റെക്കോർഡ് ആവുന്നുള്ളൂ. അതായത് ഫ്രണ്ടിലെ ഭാഗങ്ങൾ മാത്രം നമ്മൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രണ്ട് വ്യൂ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അതുപോലെ തന്നെ ബാക്കിലെ വ്യൂ റെക്കോർഡ് ചെയ്യാം. അതായത് ഒറ്റ ടൈമിൽ രണ്ട് ചാനൽ നമുക്ക് ഡ്യുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ആ ക്യാമറ ഫ്രണ്ടിക്കോട്ട് ആൾ നടന്നു പോയാൽ, ഇപ്പോൾ വണ്ടി നമ്മൾ എവിടെയും പാർക്ക് ചെയ്തിട്ടേക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും അനക്കം പറ്റിയാൽ അത് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യും. അങ്ങനെ കുറച്ച് ഓപ്ഷനൊക്കെ ഉള്ള നല്ലൊരു ക്യാമറ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി അമർത്താം. അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ ജോർജ്. കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ക്യാമറയുടെ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അതായത് ഡാഷ് ക്യാമിൻ്റെ തന്നെ ഒരു 70mm എന്ന് പറഞ്ഞ ഒരു ക്യാമറയുടെ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ഒരു സിംഗിൾ ക്യാമറയാണ്. അതായത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ റെക്കോർഡ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ബാക്കിൽ റെക്കോർഡ് ആവില്ല. അതുപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻസ് കുറവാണ്. അതായത് ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങോ അതുപോലെ തന്നെ മോഷൻ സെൻസറോ അങ്ങനെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഈ ക്യാമറയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. മാക്സ്ലിങ്ക് എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഫുൾ HD ക്യാം എന്നൊക്കെ പറഞ്ഞാണ്. അതായത് ഫ്രണ്ട് ഭാഗത്ത് ഒരു ക്യാമും അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബാക്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ക്യാമോ നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റിവ്യൂ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയാം, എങ്ങനെയുണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് 64GB മേലെ വരെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് SD കാർഡ് നമുക്ക് ഇടാം, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1080p ഫുൾ HD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ തന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് H.264 എന്നാണ്. അപ്പോൾ പറയാം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. H.264 എന്ന് പറയുന്നത് നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് ഒരു, അതായത് സൈസ് കുറഞ്ഞിട്ട് നല്ലൊരു ക്ലാരിറ്റിയിൽ ഔട്ട്പുട്ട് തരുന്ന ഒരു ഫോർമാറ്റാണ് H.264 എന്നത്. ആ സെയിം ഫോർമാറ്റാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വന്നത്. ഇങ്ങനെ ഒരു മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഡാഷ് ക്യാമറ തന്നെ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് സെൻസറിന്റെ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാക്കിലെ ക്യാമറ ഓട്ടോമാറ്റിക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ക്യാമറ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 170 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഫിഷ് പോലത്തെ ലെൻസിന് തന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണാൻ നമ്മുടെ പഴയ ഒരു മോഡൽ ഡിജിറ്റൽ ക്യാമറയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ഇവർ പറയുന്നത് DVR എന്നാണ് ഈ സിസ്റ്റത്തിന്. അതായത് നമ്മൾ CCTVയുടെ നമ്മളെല്ലാ ഭാഗം നമ്മൾ കണക്ട് ചെയ്യുന്ന DVRലേക്കാണല്ലോ എല്ലാ ക്യാമറയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും അവർ DVR എന്നാണ് അവർ പറയുന്നത്. നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറയും ഇടങ്ങളുള്ള ലെൻസാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മോൾ ഭാഗത്ത് സെക്കൻഡറി മൈക്ക്, അതുപോലെ തന്നെ SD കാർഡുള്ള ഓപ്ഷൻ, ഇത് ബാക്കിലൊക്കെ റിവേഴ്സിന്റെ ക്യാമറയുടെ ഒരു ഓപ്ഷനാണ്, അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പവർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡുമായി കണ്ടെയ്നർ ആയിട്ടുള്ള ഒരു സ്ക്രൂവിൻ്റെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് കീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓക്കെ ആക്കാനും സെലക്ട് ചെയ്യാനും പവറും അതുപോലെ തന്നെ മെനുവിൻ്റെ ഓപ്ഷൻ, പ്രൈമറി മൈക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നിട്ടുള്ളത് ഒരു മിറർ ഫിനിഷിംഗ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഒരു പ്രത്യേക ഒരു നീല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് വയർ വരുന്നുണ്ട്. കോഡ് നമ്മൾ നേരത്തെ വലിച്ചിട്ടിട്ടുണ്ട് കോഡ്. അതായത് ഇവിടെയാണ് നമ്മൾ നേരെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പവർ സപ്ലൈയുടെ വയർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുടെ വയർ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. ഇത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അതുപോലെ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ സപ്ലൈ കൊടുക്കാം. ഇവിടെ ഭാഗമുണ്ട്, അപ്പോൾ സപ്ലൈ ഭാഗം അത് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷനാണ്. റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പവറിങ് ഇൻപുട്ട് വന്നത്. അതായത് ഇത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഇൻപുട്ട് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് നമ്മുടെ പോർട്ടിൽ കൊടുക്കാം. നമ്മുടെ ക്യാം ഓപ്പണായി വന്നിട്ടുണ്ട്. MAXXLINK എന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒരു സ്ക്രീൻ സേവർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഓഫായി പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഹോം സ്ക്രീനിൽ വന്നിട്ടുള്ള ഓപ്ഷനുകൾ. അതായത് ഹോം ബട്ടൺ, അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനൊരു ഓപ്ഷൻ, പിന്നെ എൻ്റെ റെക്കോർഡിങ്ങിനൊരു ഓപ്ഷൻ, കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിൻ ബിൽഡ് മൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. രണ്ട് ക്യാമറ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ഇത് ബാക്ക് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. ഒരു പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്താൽ നമ്മുടെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ബാക്ക് ക്യാമറ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ പാർക്കിംഗ് ആയിട്ട് ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട് കാണിച്ചു തരാം. റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പാർക്കിങ്ങിൻ്റെ ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയും ഒരു ഓപ്ഷൻ അതുമ്പോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച്, അതായത് ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് റെസൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനുമ്പോൾ തന്നെ എഴുതി ചെയ്തിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു മെനുവിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെനു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ മെനു ഫോർമാറ്റ് വന്നത്.
ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് റെക്കോർഡിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. കാർ ഡിവെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഹോം സ്ക്രീന് പറയുന്ന പേര്. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ്, കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് സെറ്റിംഗ്സ്, അതായത് ഇതിൻ്റെ സ്ക്രീൻ സേവർ എത്ര ടൈം ആയി ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യണം, അതുപോലെ നമുക്ക് ക്യാമറ വേണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിടാം, അതുപോലെ തന്നെ എത്ര ഹെഡ്സ് വേണം, അതുപോലെ തന്നെ ഈ ബട്ടണും ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ക്രീനിൽ വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസൊല്യൂഷനാണ്. ഇവർ പറയുന്നത് 1080p റെസൊല്യൂഷനാണ്. നമുക്ക് വേണമെങ്കിൽ 720 480 ഒക്കെ എടുക്കാം. പക്ഷേ ഇത് 1080 എന്ന് പറഞ്ഞിട്ട് 1080യുടെ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ ഒരു ക്ലാരിറ്റി, അതായത് നമ്മുടെ സാധാ ഒരു 12 മെഗാപിക്സലിലെ ഫോൺ എടുക്കണം ആ ക്ലാരിറ്റി തന്നെയുള്ളൂ, വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. പിന്നെ സൈക്കിൾ എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ആണ്, അതായത് 1 മിനിറ്റ് ആകുമ്പോൾ കട്ടാവാം, 3 മിനിറ്റ് ആകുമ്പോൾ കട്ടാവാം, 5 മിനിറ്റ് ആകുമ്പോൾ കട്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗാർഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ചാവി ഓഫ് ചെയ്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പവർ കട്ടാവും. അതായത് ഈ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഓപ്ഷൻ ഓഫ് ആവാണ്. എന്നാലും ഇത് പ്രവർത്തിക്കാൻ സെറ്റപ്പ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഗ്രാവിറ്റിന്ന് മോഷനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് തന്നെ ഒരു ഇൻബിൽഡ് ബാറ്ററി ഉണ്ട്. അടക്കം വരണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ റെസ്പോണ്ട് ചെയ്യും. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ ഗാർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ്, പിന്നെ എക്സ്പോഷർ, അതുപോലെ തന്നെ മോഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ മോഷൻ, അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ ആരും നടന്നു പോവേ ഇതിലൊക്കെ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റി, അതാണ് നമ്മുടെ ഈ ചലനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ വണ്ടി ജസ്റ്റ് ഇങ്ങനെ അനങ്ങേ അത് വന്ന് ഇടിക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡ് നടക്കും. അപ്പോൾ അത്ര ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ വന്നത്. പിന്നെ പ്ലേ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ്, അതായത് ഇതിനകത്ത് 2 ഫോൾഡറായിട്ട് കിടക്കുന്നുണ്ട്. അതായത് 1 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും, അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാമറയുടെ കാര്യത്തിൽ വന്നത്. ഇപ്പോൾ നമ്മൾ സാധാ റെക്കോർഡിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുകൊണ്ട് ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് വേണ്ടിയിട്ട് ചാവി ഓഫ് ചെയ്ത് പോവാണ്. ഇതിനകത്തുള്ള പവർ മൊത്തം കട്ടായി. അതായത് നമ്മുടെ 12 വോൾട്ടിൻ്റെ ഈ പോർട്ട് ഓഫായി, എല്ലാം ഓഫായി, ക്യാമറ വരെ ഓഫായി പോയി. പക്ഷേ അതിനകത്ത് നമ്മളൊരു ഗാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചില്ലുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊട്ടി കാണിക്കാം. അപ്പോൾ ഇങ്ങനെ കൊട്ടുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു മോഷൻ വന്നു, അതായത് ചെറിയ മോഷൻ അല്ല, ഗ്രാവിറ്റി, ചെറിയൊരു അനക്കം വന്നു. കണ്ടാ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും, എന്നിട്ട് റെക്കോർഡിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ബാക്ക് ക്യാമും അതുപോലെ തന്നെ അറ്റ് എ ടൈം തന്നെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് എഴുതിയത് ഫുൾ HD 1080p റെസൊല്യൂഷൻ എന്നൊക്കെയാണ്. പക്ഷേ ഈ 1080p റെസൊല്യൂഷൻ്റെ അത്രയും ക്ലാരിറ്റിയും കാര്യമൊന്നും ഇതിനകത്തില്ല. ഒരു നോർമൽ ഒരു 480 അല്ലെങ്കിൽ 720യുടെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ക്ലാരിറ്റി ഉള്ളൂ. ബാക്ക് ക്യാമറയിലും വളരെ കുറവാണ്. ബാക്ക് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും ബാക്കിലെ, അല്ലാണ്ട് വലിയൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും ഓപ്ഷൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. നൈറ്റ് വിഷൻ ആയാലും അതും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് സാമ്പിൾസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ MRP റേറ്റ് വന്നിരിക്കുന്നത് 9,850 രൂപ എന്നാണ് ഇത് എഴുതിയാണത്. അപ്പോൾ അത്രയ്ക്കും റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് പ്രൊഡക്റ്റിന് വരുന്നില്ല. ഇപ്പോൾ നമുക്ക് പല ഷോപ്പിൽ പോയാൽ നമുക്ക് ഈ സെയിം സാധനത്തിൻ്റെ വില വരുന്നത് 6,500 രൂപ, അതുപോലെ തന്നെ 7,000 രൂപ, 5,500, അങ്ങനെ പല റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ നേരത്തെ അന്വേഷണം ഉണ്ടാവും, നമ്മുടെ കാർ ജെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഷോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് 4,800 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവർക്കും 4,800 രൂപയ്ക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ കാർ ജെയായിട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.